ഹലോ, നമസ്കാരം. ഒന്നാമത് തന്നെ ഞാൻ ഒന്നും പറയാനോ സംസാരിക്കാനോ ഒന്നും പറ്റിയൊരു മാനസികാവസ്ഥയിലും ശാരീരികാവസ്ഥയിലൊന്നും അല്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആരോടും ഒരു ദേഷ്യമോ വാശിയോ പകയോ ഒന്നുമില്ല, പൊതുവേ ഇല്ല. ജീവിതത്തിൽ ആരോടും ശത്രുതയില്ലാത്തൊരു മനുഷ്യനുണ്ടെങ്കിൽ ഞാനായിരിക്കും എന്നാണ് ഞാൻ സ്വന്തമായിട്ട് ചിന്തിക്കുന്നത്. കാരണം എന്നെ അത്രയേറെ ഒരുപാട് ഒരു കാര്യവുമില്ലാതെ ഉപദ്രവിച്ചവർ ഒരുപാടാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അങ്ങനെ ഉപദ്രവിച്ചതിൻ്റെ ഒരു സമൻസാണ് കേട്ടോ ഇത്. സൈബർ സെല്ലിൽ നിന്ന് അവർ കൊണ്ടുവന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കാര്യവുമില്ലാതെ ഇന്ന് നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, നമ്മൾ ഉറങ്ങി എണീച്ച് നാളെ എണീറ്റ് എന്ന് പറയാം ഇല്ലേ? ഞാനൊരു 100 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, പോസ്റ്റ് ഇട്ടിട്ടില്ലേ, നിങ്ങളുടെ അടുത്തൊക്കെ ഒന്ന് കാല് പിടിച്ചിട്ടില്ലേ? പരസ്പരം യാതൊരു മുൻപരിചയമില്ല. എന്നെ നിങ്ങൾക്കോ നിങ്ങളെ എനിക്കോ അറിയില്ല. ഞാൻ നിങ്ങൾക്ക് ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. എൻ്റെ അടുത്ത് ശത്രുത ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്താണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചെയ്തതെന്നും എനിക്കറിയില്ല. ഒരു 100ൽ ഒരു 1% പോലും ഇല്ലാത്ത ആൾക്കാരുടെ അടുത്താണ് അത്ര പറയുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ചാടി പിടിക്കരുത്, എന്തിനാണ് നമ്മളടുത്ത് പറയണേന്ന്. ഈ ഫേസ്ബുക്കോ ഈ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയോ നമുക്കില്ല എന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ ആരും പിന്നെ എവിടെയാണ് ആരാണ് എന്താണെന്ന് പോലും അറിയുന്നില്ല ഇല്ലേ? പണ്ടൊക്കെ ഓർക്കോട്ടും മറ്റതും മറിച്ചതൊക്കെ ഞാൻ അതിലൊന്നും ഉണ്ടായിരുന്നില്ല ഇല്ലേ? പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? എന്ത് കാര്യമുണ്ട്? എത്ര നാൾ ഇനി കോടതി കയറി ഇറങ്ങണം? എന്നെ ശല്യം ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ശല്യമൊന്നല്ല, പച്ചത്തെറി, എൻ്റെ കുഞ്ഞിനെ വരെ വേശിയെന്നും മറ്റതും ഇത്തിരി ഇല്ലാത്ത എൻ്റെ പൊടി കുട്ടിയെ വരെ പറഞ്ഞപ്പോൾ എന്ത് ആശ്വാസവും സുഖമാണ് കിട്ടിയത് നിങ്ങൾക്ക്? ഞാൻ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടോ? ആരുടെയെങ്കിലും പ്രൊഫൈലിൽ വന്ന് ആരെങ്കിലും ചീത്ത വിളിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കണതോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ടോ, നിങ്ങളുടെ വിശ്വാസത്തിനെ കുറിച്ചിട്ടോ, നിങ്ങളുടെ മതപരമായ കാര്യങ്ങളെ കുറിച്ചിട്ടോ, നിങ്ങളുടെ രാഷ്ട്രീയത്തിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും നിങ്ങളുടെ ആരുടെയെങ്കിലും പ്രൊഫൈലിൽ വന്നിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരുടെയെങ്കിലും ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്തതായിട്ട് അറിയോ? ആരെങ്കിലും കൊല്ലുകയോ അല്ലെങ്കിൽ സ്നേഹിച്ച് വഞ്ചിക്കുകയോ അല്ലെങ്കിൽ പൈസയോ എന്തെങ്കിലും തട്ടിക്കുകയോ പറ്റിക്കുകയോ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും രീതിയിൽ എന്തെല്ലാം രീതിയിൽ, അല്ലെങ്കിൽ കള്ളു കുടിച്ച് വണ്ടി വെച്ച് കണ്ടവരെ കൊണ്ടുപോയി ബുദ്ധിമുട്ടിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഹണി ട്രാപ്പ് ചെയ്യുകയോ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഞാൻ എൻ്റെ കാര്യവും നോക്കി 100 കണക്കിന് വിഷമങ്ങളുണ്ട്, 100 കണക്കിന് ടെൻഷനുണ്ട്. ഞാൻ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത് പോലും അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള 1000 പ്രതിസന്ധികൾ ഞാൻ തരണം ചെയ്തിട്ടാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. അതൊന്നും ആരെയും ബാധിക്കുന്ന കാര്യമല്ല, ആരും അറിയേണ്ട കാര്യമല്ല. എന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ എൻ്റെ ജീവിതമല്ലേ ജീവിക്കുന്നത്? ആരുടെയെങ്കിലും മുമ്പിൽ കൈനീട്ടി വന്നിട്ടുണ്ടോ? ആരുടെയെങ്കിലും ഇതിൽ പിടിച്ചു പറിച്ചിട്ടുണ്ടോ? ഒരാളെ ഒരു തരത്തിൽ ഞാൻ ഉപദ്രവിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ നിമിഷം വരെ ചെയ്തിട്ടില്ല, ഇനി അങ്ങോട്ട് ചെയ്യുകയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ മനുഷ്യൻ്റെ അവസ്ഥയാണ്, നമ്മൾ നാളെ എന്ത് ചെയ്യില്ല എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ പറയണ കണക്ക് എന്നെ ആവുമെന്നും അറിയില്ല ജീവിതം. അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നത്. എന്ത് കാര്യവും ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. എൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളിലും ഞാൻ അനുഭവിച്ചതും ഞാൻ തരണം ചെയ്തതുമായിട്ടുള്ള നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കാണണമെന്നും നിങ്ങൾ അറിയണമെന്നും വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് ഞാൻ കാണിക്കാറുള്ളൂ. അതല്ല ഒരു മനുഷ്യൻ്റെ ജീവിതം. 100 കണക്കിന് പ്രശ്നങ്ങൾ തരണം ചെയ്തിട്ട് 100 കണക്കിന് കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. പക്ഷെ അതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് കാണിക്കുന്നില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ടാണ് എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും സന്തോഷത്തിലല്ല ജീവിക്കണം. എന്തിനെ മറ്റുള്ളവരെങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ കൊടുത്ത പരാതിയിൽ FIR ഇട്ടിട്ടുണ്ടായിരുന്നു. FIR ഇട്ട് പ്രതിയെ പിടിച്ചു, കോടതിയിൽ ഇപ്പോൾ ഹാജരാക്കി. അതിനാളെ എനിക്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ ഓരോ പ്രാവശ്യം പറയുമ്പോഴും എന്നെ കളിയാക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ കോടതിക്ക് സമയം ഉണ്ടാവുള്ളൂ, മറ്റതാണ് മറിച്ചതാണ്. ആരുടെയും കമൻസ് ഞാൻ എൻ്റെ മൈൻഡിൽ നിന്ന് പോയിട്ടില്ല. കുറേ ഞാൻ ഡിലീറ്റ് ചെയ്ത്, കുറേയല്ല ഏറെക്കുറെ ഞാൻ ഡിലീറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്യല. കാരണം ഒരു പ്രാവശ്യം ചൊറിയുന്നവനെ പിന്നെ ഒരു ചൊറിയാൻ അവസരം കൊടുക്കാതിരുന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാ. വീണ്ടും പല ഐഡികളിൽ വന്ന് മോശം പറയുക, പച്ചത്തെറി പറയുക, കുട്ടിയെ പച്ചത്തെറി പറയുക, പച്ച അപരാധം പറയുക. എന്ത് സുഖമാണ് നിങ്ങൾ അതിൽ കാണുന്നത്? അതിലെന്ത് സുഖം നിങ്ങൾ കാണണേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്ന നിയമം നിങ്ങളെ ഒന്നും ചെയ്യില്ല എന്നാണ്. പക്ഷെ നമ്മൾ നിയമത്തിന്റെ പിന്നാലെ പോവുകയാണെങ്കിൽ അതിൽ കഴമ്പുണ്ട് എന്നുണ്ടെങ്കിൽ 100% തെളിവ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നിയമം നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതിന്റെ തെളിവ് അതാ ഇപ്പം ഈ കാണാൻ പോകുന്നത്. ഇങ്ങനൊരു അവസ്ഥയിൽ ഞാൻ യാത്ര ചെയ്യാനോ ഞാനൊന്ന് എണീച്ചിരിക്കാനോ പോലും ആവതില്ലാത്ത അവസ്ഥയിൽ എനിക്കിനിപ്പോൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പോകണം. ഞാൻ അതങ്ങ് വിട്ടതാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എനിക്ക് അവിടെ കൊണ്ടുവന്നതാ ഇത്. ഇനിയിപ്പോൾ ഞാൻ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഞാൻ ഇനിയിപ്പം സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പോകണം.
ഒരു 5-6 പേരെങ്കിലും കോടതി ഒന്ന് കയറി ഇറങ്ങുമ്പോഴത്തേക്കും കുറച്ചെങ്കിലും ഒന്ന് ആശ്വാസം ആവുമായിരിക്കും അല്ലേ? ഇപ്പം തന്നെ കണ്ടില്ലേ, രാജ്യത്തിനെതിരെ പറഞ്ഞാൽ മുഹമ്മദ് സനൂപ് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമുണ്ട്? ഏതോ രാജ്യത്തിരുന്നിട്ട് സ്വന്തം രാജ്യത്തിന് ഇതാക്കിയ അതേപോലെയാണ്. ഒരു പരിചയമില്ലാത്ത, ഒരു ബന്ധവും ഇല്ലാത്ത, നമുക്ക് യാതൊരു ഉപദ്രവവും ഇല്ലാത്ത സ്ത്രീകളുടെ അടിയിൽ പോയിട്ട് ഇങ്ങനെ പച്ച തെറികൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുക. എന്നിട്ട് സ്വന്തമായിട്ട് ബ്ലോക്ക് ചെയ്യുക. അവരെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ നോക്കിയാൽ കാണത്തില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇടയ്ക്ക് വരും, കുറേ പ്രൊഫൈൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് എല്ലാത്തിൻ്റെ അടിയിൽ കമന്റ് ഇടും, എന്നിട്ട് വീണ്ടും ബ്ലോക്ക് ചെയ്യുക. വീണ്ടും എന്ത് മാനസിക സുഖം ഇതിൽ കിട്ടണം? ഇതൊരു തരം മാനസിക വൈകൃതമാണ് കേട്ടോ. ഇത് ഒരു വല്ലാത്ത തരം മാനസിക വൈകൃതം. ഒന്നുകിൽ നിങ്ങൾ ചികിത്സിക്കണം. നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ നിങ്ങൾ ഇത് ഇങ്ങനെ മറ്റുള്ളവരുടെ ഇതിൽ തീർക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചിട്ട് നിങ്ങൾ എന്ത് കോൺസിക്വൻസാണ് ഉണ്ടാവുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്തായാലും ഇങ്ങനെ ചെയ്യത്തില്ലല്ലോ. എനിവേ, എന്തായാലും ഞാൻ നിയമമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ പോയല്ലേ പറ്റുള്ളൂ. കാരണം ഇപ്പം എനിക്ക് അതിനൊന്നും ഫൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെതിരെ ഡിഫെൻഡ് ചെയ്യാനോ ഒന്നും പറ്റിയൊരു മാനസിക ശാരീരിക അവസ്ഥയിലൊന്നും അല്ല. പക്ഷേ ഇപ്പം ഇത്രയും ആയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ എനിക്ക് എന്തായാലും പിന്മാറാനും പറ്റത്തില്ല. പോലീസിനെയും സൈബർ സെല്ലിനെയും ഒക്കെ വെല്ലുവിളിക്കുകയും ഒക്കെ അവരെയൊക്കെ ഭയങ്കര ഒരു വല്ലാത്തൊരു രീതിയിൽ സംസാരിക്കുകയും പോലീസുകാർക്ക് ഇതാണല്ലോ സമയമൊന്നും കോടതിക്ക് ഇതിനാണല്ലോ സമയം എന്നൊക്കെ പറഞ്ഞ് പച്ചത്തെറി പറഞ്ഞ് അവരൊക്കെ ഇത് കാണുന്നുണ്ടാവുമല്ലേ? കാണണം. ആരെ ഏത് രീതിയിൽ എന്ത് ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാലും ഈ നാട്ടിൽ കേസും കോടതിയും ഒക്കെ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്. ഇതിന് മുൻപും ഞാൻ ഇതുപോലെ, അതും എന്നെ ഒരാളെയല്ല, ഒരുപാട് സ്ത്രീകളെ ബുദ്ധിമുട്ടിച്ച ഒരുപാട് സ്ത്രീകളെ, നിങ്ങളുടെ വീട്ടിലെ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്ന തന്നെ പല ആൾക്കാരുടെയും വീട്ടിലെ അമ്മയോ പെങ്ങളെയോ ഒക്കെ ഭാര്യനോ മക്കളെയോ ഒക്കെ അവൻ അതുപോലെ ബുദ്ധിമുട്ടി. നിശാന്ത് എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ, അവൻ ഡ്രഗ് ഡീലറായിരുന്നു. ഡ്രഗ്സ് മാത്രമല്ല വേറെ പല കാര്യങ്ങളും അവനെ അറസ്റ്റ് ചെയ്ത സമയത്ത് അവൻ്റെ കയ്യിൽ ഏകദേശം 10ഓളം ഫോണും 10-25ഓളം സിമ്മും ലാപ്ടോപ്പുകളും തൊട്ട് അവനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറും കൂടെ ആയിരുന്നു. എല്ലാവരുടെയും അക്കൗണ്ട് ഹാക്ക് ചെയ്യുന്നത് ഉൾപ്പെടെ അവൻ ഓരോ റെസ്റ്റോ കഫേകളിലും വർക്ക് ചെയ്തിട്ട് അവിടെ ഒരാഴ്ച കൂടുതൽ വർക്ക് ചെയ്യാറില്ല. അവിടെ നിൽക്കുന്ന ഓരോ സ്ഥലങ്ങളിലും ഓരോ വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കി, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് അടികിട്ടി, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കുന്ന സമയത്ത് പാലാരിവട്ടം സ്റ്റേഷനിൽ, തൃപ്പൂണിത്തുറ ഹിൽ സ്റ്റേഷൻ, അങ്ങനെ ഒരുപാട് സ്റ്റേഷനുകൾ അവനെതിരെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. പക്ഷെ ആരും പിന്നീട് മുന്നോട്ട് പോവാത്തത് കാരണമാണ് അവൻ ഇങ്ങനെ വിലസി നടന്നത്. ഇതുപോലെ നിങ്ങളെല്ലാം മനസ്സിലാക്കുക. നിങ്ങൾ ഇതുപോലെ പല പെണ്ണുങ്ങളുടെ പല സ്ത്രീകളെയും ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ ഇതുപോലെ ഒന്ന് മെനക്കെട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അവസാനത്തെ ബുദ്ധിമുട്ടിക്കലായിരിക്കുമെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് മക്കളില്ലേ, ഭാര്യയില്ലേ, എല്ലാവരും ഇല്ലേ? അവരെയൊക്കെ എന്തിനിങ്ങനെ വിഷമിപ്പിക്കുന്നത്? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട്? നിങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വേദനിക്കില്ലേ? ദയവ് ചെയ്ത് ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ആകെ ഒരു ജീവിതമേ ഉള്ളൂ. എന്തിന് ഇങ്ങനെ മറ്റുള്ളവരെ ചൊറിഞ്ഞും മറ്റുള്ളവരെ വേദനിപ്പിച്ചും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചും ഇതുപോലെ തിരിച്ച് ഓരോരോ ബുദ്ധിമുട്ട് തിരിച്ച് വാങ്ങിയിട്ടും എന്തിന് ഇങ്ങനെ ജീവിതം നശിപ്പിച്ച് കളയുന്നത്? നമ്മൾ ജീവിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവർ ഈ ലോകത്ത് ജീവിച്ചോട്ടെ എന്ന് ചിന്തിക്ക്. ആരെയും ബുദ്ധിമുട്ടിക്കാൻ വരുന്നില്ലല്ലോ, പിന്നെ എന്തിന് ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്ന് ഇതുപോലെ ബുദ്ധിമുട്ടിക്കുന്നത്? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട്? അങ്ങനെയുള്ള മാനസിക വൈകൃതങ്ങൾക്ക് ദയവ് ചെയ്തൊന്ന് ഒഴിവാക്കൂ. നിങ്ങൾ ഒരാളെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ കേസും വഴക്കുമായിട്ട് പോകുമ്പോൾ നമ്മളും ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ നിവൃത്തിയില്ലാഞ്ഞിട്ടാ. ഞാനിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കഴിഞ്ഞ 1.5 ആഴ്ചയായിട്ട് ഞാനൊരു വശം തളർന്ന് എനിക്കൊരു സൈഡ് എടുക്കാൻ പറ്റും. കാരണം ഓവർ ടെൻഷനായിട്ടും BP കൂടിയിട്ടും എൻ്റേതായിട്ടുള്ള 100 കൂട്ടം പ്രശ്നങ്ങളും 100 കൂട്ടം ടെൻഷനുകളും ഒരുപാട് കാര്യങ്ങൾ, ജീവിത പ്രശ്നങ്ങളാണെങ്കിലും ഫാമിലി മാറ്റർ ആണെങ്കിലും അതല്ലാതെ പുറത്ത് പറയുന്നതും പറയാത്തതുമായിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഓരോരുത്തർക്കുമുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ വെറുതെ ചൊറിയല്ലേ വെറുതെ. സോഷ്യൽ മീഡിയ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാത്തവർ ദയവ് ചെയ്തത് ഉപയോഗിക്കാൻ നിൽക്കരുത്. അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ലാത്ത, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിലും നമ്മളത് സ്ക്രോൾ ചെയ്യണം, അതല്ലെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റ് കൊടുക്കണം, അതുമല്ലെങ്കിൽ നമ്മൾ അവരുടെ ബ്ലോക്ക് ചെയ്ത് വിടണം. പിന്നെ അത് വരില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മളുടെ ഫീഡിൽ എന്ത് വരണം എന്നുള്ളത്, നമ്മൾ എന്താണോ കാണുന്നത്, കേൾക്കുന്നത്, ഗൂഗിൾ സെർച്ച് ചെയ്യുന്നത്, ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഏത് പ്ലാറ്റ്ഫോമുകളിലായാലും നമ്മൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ളതാണ് വരുന്നത്. നിങ്ങൾ ഏത് ടൈപ്പാണോ കൊടുക്കുന്നത് അതനുസരിച്ചിട്ടായിരിക്കും, നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അനുസരിച്ചിട്ടായിരിക്കും വരുന്നത്. പിന്നെ ഒരു സ്ത്രീകളും നിങ്ങളുടെ ആരുടെയും പെങ്ങളോ ഭാര്യയോ മക്കളോ ഒന്നുമല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഡ്രസ്സ് ഇടാനോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള മതത്തിൽ വിശ്വസിക്കാനോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർ ജീവിക്കാനോ അവരാരും നിങ്ങളുടെ ആരുമല്ല. മറ്റുള്ളവരെ മര്യാദ പഠിപ്പിക്കാനോ മറ്റുള്ളവരെ വായി തോന്നുന്ന അസഭ്യവും ചീത്തയും പറഞ്ഞ് പച്ചത്തെറി വിളിക്കാനോ ഒന്നും.